വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂറത്തുൽ മുർസലാത്ത് അധ്യായം 77 ആണ്. അമ്മ ജുസ് കഴിഞ്ഞു. തബാറക ജുസിലെ ഒന്നാമത്തെ സൂറത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ മുർസലാത്തി ഉർഫ. ഇത് മലക്കുകളെ ആണ് സൂചിപ്പിക്കുന്നത്. വൽ മുർസലാത്തി ഉർഫ. മലായിക്കത്തിൻ്റെ സാന്നിധ്യം നമുക്കറിയാം. ഓരോ വ്യക്തിക്കും നിങ്ങളിപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ, ഞാനിവിടുന്ന് പറയുമ്പോൾ നമ്മുടെ തൊട്ട് വലത്തും അടുത്തും മലക്കുകളുണ്ട്. അവരുടെ സദാ നിരീക്ഷണത്തിലാണ് ആദരണീയരായ എഴുത്തുകാർ. നമ്മുടെ വീഡിയോ, ഓഡിയോ റെക്കോർഡിംഗ് ഒക്കെ അവർ വളരെ സൂക്ഷ്മമായിട്ട് നമ്മുടെ ഓരോ അനക്കങ്ങളും അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ കർമ്മഫലം നാളെ തെളിയിക്കപ്പെടാൻ വേണ്ടി. അപ്പോൾ അവരുടെ തുടർച്ചയായി അഴക്കപ്പെടുന്ന എന്ന് പറഞ്ഞാൽ ഇതിന് പല രീതിയിലുള്ള പണ്ഡിതന്മാർ വെച്ചിട്ടുള്ള പല പല വിവക്ഷകളുണ്ട്. അതിലൊന്നാണ് നമ്മൾ ലൈലത്തുൽ ഖദ്റുമായിട്ട് ബന്ധപ്പെട്ട സൂറത്തിൽ ചർച്ച ചെയ്ത പോലെ മലായിക്കത്തിൻ്റെ സാന്നിധ്യം നിരന്തരം വർഷത്തിലൊരു രാത്രി ഉണ്ടാവുന്നത് പോലെ കൊല്ലത്തിൽ, ആഴ്ചയിൽ ഒക്കെ ഇതിൻ്റെ ഒരു റൊട്ടേഷൻ സിസ്റ്റം ഒക്കെ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നിമിഷങ്ങളുടെ ഒരു സെക്കൻഡിൻ്റെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എന്നൊക്കെ പറയുന്ന വളരെ ചെറിയ സമയം കൊണ്ട് അതിവേഗം കാര്യങ്ങൾ ചെയ്യുന്ന ഫൽ ആസിഫാത്തി ആസ്ഫ, കൊടുങ്കാറ്റിൻ്റെ വേഗതയിൽ കൊടുങ്കാറ്റായി ആഞ്ഞു വീശിക്കൊണ്ട് വളരെ സെക്കൻഡുകൾ കൊണ്ട് ഒരേ സമയം, നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ ഒരേ സമയം ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്തോനേഷ്യയിൽ, അതേസമയം മൊറോക്കോയിൽ. അപ്പോൾ ഏത് ഭാഗത്തും മരണം നടക്കുമ്പോൾ രണ്ട് സ്ഥലത്തും സാന്നിധ്യമുണ്ട് മലക്കുൽ മൗത്തിന്. അപ്പോൾ മലക്കുൽ മൗത്തിന് ആ രണ്ട് സ്ഥലത്തും ഒരേ സമയം അവർക്ക് കടന്നു ചെല്ലാനും അതിന് യാതൊരു തടസ്സമില്ലാത്ത ശക്തിയാണ്, ഫോഴ്സാണ് മലക്കുകൾ. ഫൽ ആസിഫാത്തി ആസ്ഫ, കൊടുങ്കാറ്റിൻ്റെ വേഗത പറഞ്ഞാൽ നമ്മളത് കൊടുങ്കാറ്റ് നിങ്ങൾ എത്ര പേര് നേരിട്ട്, എനിക്ക് ജീവിതത്തിൽ ഒരു അനുഭവം, ചെറിയൊരു കൊടുങ്കാറ്റ്, ഒരു ചുഴലിക്കാറ്റ് കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ അത് അനുഭവിച്ചവർക്കറിയാം എന്തുമാത്രം ശക്തിയാണ് അതിന്, എന്തുമാത്രം പവറാണ്, എത്ര പെട്ടെന്നാണ് അത് ആഞ്ഞു വീശുന്നത്. വിത്തിൻ സെക്കൻഡ്സാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ മലായിക്കത്തിൻ്റെ ശക്തിയാണ്. വന്നാശിറാത്തി നശ്റ, അതിങ്ങനെ വളരെ പരന്ന് സ്പ്രെഡായിട്ട് എല്ലായിടത്തും എത്താൻ പാകത്തിൽ. പറഞ്ഞല്ലോ, മൊറോക്കോ മുതൽ ഇന്തോനേഷ്യ വരെ ലോകത്തെ മുഴുവൻ രാജ്യത്തെ ജനങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ശക്തിയാണ് മലായിക്ക. വൽ ഫാരിഖാത്തി ഫർഖ, പിന്നെ വിവേചിച്ച് കാര്യങ്ങൾ, വ്യത്യസ്തമായ വിവേചനങ്ങൾ വേർതിരിക്കാനൊക്കെ പറ്റുന്ന, അതിനൊക്കെ കഴിവുള്ള. ഫൽ മുൽഖിയാത്തി ദിക്റ, ദിവ്യ സന്ദേശം എത്തിക്കുന്ന, അത് ജിബ്രീൽ അലൈഹി സ്വലാമിൻ്റെ ഉത്തരവാദിത്വമാണ്. ആ സന്ദേശം എത്തിക്കുന്ന. ഫൽ മുൽഖിയാത്തി ദിക്റ, ദിക്ർ എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തുക. ലോകത്ത് സകലമാന പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുള്ള ലോക ചരിത്രത്തിൽ ഇന്നേ വരെ കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ പ്രവാചകന്മാർക്കും വഹി എത്തിച്ച അതിനെയും അസ്റൻ ഔ നുദ്റ, ഒന്നെങ്കിൽ ഒഴിവ് കഴിവായോ അല്ലെങ്കിൽ താക്കീതായിട്ടോ ഒക്കെ ഇടക്കിടക്ക് ഇങ്ങനെ ഇടവിട്ടിട്ടോ അല്ലെങ്കിൽ ഇടക്ക് താക്കീതായിട്ടോ ഒക്കെ ആയിട്ട് അത് മുന്നറിയിപ്പായിട്ടൊക്കെ ആ ഒരു മെസ്സേജുകൾ അങ്ങനെ എത്തിച്ചുകൊണ്ടിരുന്നു. ഇന്നമാ തുഅദൂന ലവാഖിഅ, ഇന്നമാ തുഅദൂന ലവാഖിഅ, അതായത് ഈ ഒരു വാഗ്ദത്ത ദിനം സത്യമാണ്, അത് സംഭവിക്കും, അത് വാഖിഅയാണ്, അതായത് അത് അടുത്ത് തന്നെ സംഭവിക്കാൻ പോകുന്ന സംഗതിയാണ്. ഇന്നമാ തുഅദൂന, തുഅദ, ഈ വഅദ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ്. അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള വാഗ്ദാനമാണ്. നാളെ ഇൻഷാ അല്ലാ, നാളെ എന്ന് പറഞ്ഞാൽ അതൊരു വെറുതെയുള്ള പ്രയോഗമാണ്. നാളെ ആവാം, മറ്റന്നാളാവാം, അല്ലെങ്കിൽ മറ്റൊരു ദിവസമാവാം, വർഷങ്ങൾക്ക് ശേഷമാവാം, ചിലപ്പോൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞേക്കാം. പക്ഷേ അത് വളരെ അള്ളാഹിനെ സംബന്ധിച്ചിടത്തൊക്കെ അടുത്താണ്, ഖരീബാണ്. അപ്പോൾ അത്രക്കും അടുത്ത് ഇവിടെ ലോകം അവസാനിക്കാൻ പോവുകയാണ്. ഇപ്പം ലോകാവസാനത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനമായൊരു സംസാരം, എൻ്റെ കൈ ഞാൻ നിങ്ങളുടെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കൈയും നിങ്ങളുടെ തലയും എത്ര അകലുണ്ടോ അത്രേ ഖിയാമത്ത് നിങ്ങളുള്ളൂ എന്ന് വെച്ചാൽ അത്രയും അടുത്താണെന്ന്.
മാത്രമല്ല ലോകാവസാനത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് അന്ത്യപ്രവാചകനാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗതനായി എന്നുള്ളത് തന്നെയാണ് അവസാനത്തെ തെളിവ്. അപ്പോൾ ലോകാവസാനം നടക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഒരിക്കലും ഇത് സംശയം വെച്ച് പുലർത്തുന്നതൊക്കെ ഇവരാണ്. നേരത്തെ കഴിഞ്ഞ സൂറത്തുൻ നബയിൽ നമ്മൾ ചർച്ച ചെയ്ത പോലെ അവരുടെ നിരന്തര ചോദ്യം എന്നാണ്. അപ്പോൾ അള്ളാഹു ആലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വിഷയത്തിൽ പറയാൻ പറ്റുള്ളൂ. കാരണം അത് അള്ളാഹു നിഗൂഢമാക്കി വെച്ചതാണ്. മരണം ഔട്ട് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഓരോരുത്തരും മരിക്കുന്നത് പോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ജന്മം ജനിച്ചു കഴിഞ്ഞ് അവൻ എവിടെ മരിക്കണം എന്നുള്ളത് അറിയാത്ത പോലെ തന്നെ ഈ ഭൂമിയുടെ മരണവും ഈ ഭൂമിയുടെ അന്ത്യവും ഈ നക്ഷത്രങ്ങൾ തകർന്നു വീഴുന്നതും അതൊന്നും ഫഇദൻ നുജൂമു തുമിസത് നജ്മ് നക്ഷത്രങ്ങൾ തുമിസത് അത് അണഞ്ഞു പോകും, അത് കെട്ടുപോകും, അതില്ലാതെയാകും. ഫഇദസ്സമാഉ ഫുരിജത് ആകാശങ്ങൾ പിളർന്നു പൊട്ടിപ്പിളരാൻ തുടങ്ങും. വഇദൽ ജിബാലു നുസിഫത് അത് പൊടിയാക്കുന്ന നുസിഫത്ത് പോലെ തകർന്ന് തരിപ്പണമാകും പർവ്വതങ്ങൾ. പൊടി പോലെയാകുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം അതിൻ്റെ ഭയാനകത ഉണ്ടാകും. വഇദർ റുസുലു ഉഖിതത് അതുകൊണ്ട് ദൂതന്മാരുടെ റസൂൽ അത് സമയം നിർണയിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. എല്ലാ ദൂതന്മാരും എല്ലാ കാലഘട്ടത്തിലും വഖത്തിനെങ്ങനെ പ്രവാചകന്മാർ വന്നതാണ്, ഇതൊക്കെ നടന്നതാണ്. അമ്പിയാക്കൾ വന്നു, പ്രവാചകന്മാർ വന്നു, ദിവ്യ സന്ദേശങ്ങൾ വന്നു, ഉത്ബോധനങ്ങൾ വന്നു. ലോകത്തെല്ലാം അത് കഴിഞ്ഞുപോയി. ലിഅയ്യി യൗമിൻ ഉജ്ജിലത് അവർക്ക് അവധിയും നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏത്? അന്ത്യനാളിൻ്റെ അവധി, ലോകാവസാനത്തിൻ്റെ അവധി, വിചാരണയുടെ അവധി, ഇതൊക്കെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ലിയൗമിൽ ഫസ്ൽ അത് വിധി തീർപ്പിൻ്റെ ദിനം, ആ ദിവസത്തിലേക്ക് അത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. വമാ അദ്റാക മാ യൗമുൽ ഫസ്ൽ എന്താണ് വിധി തീർപ്പിൻ്റെ ദിനമെന്ന് അറിയാമോ? ഖിയാമത്തിൻ്റെ ഹിസാബിൻ്റെ ദിവസം അതറിയാമോ? വൈലുൻ യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ. ഇനി ഈ ഒരു ആയത്ത് 15ാമത് ഓതിയ ഈ ആയത്ത് വൈലുൻ യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ, ഈ ആയത്ത് കളവാക്കുന്നവർക്ക് നാശമാണ്. ഈ വൈൽ എന്ന വാക്ക് വളരെയധികം ഇപ്പം വൈലുല്ലിൽ മുസല്ലീൻ നിസ്കാരക്കാർക്ക് നാശം. അള്ളാഹുവിന് ഏറ്റവും അനിഷ്ടകരമായ, അള്ളാഹു ഏറ്റവും വെറുക്കുന്ന ആളുകളെ മാത്രം ഉദ്ദേശിച്ചാണ് വൈൽ എന്ന പദം അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആനിൽ. നമ്മളെല്ലായിടത്തോട്ട് നോക്കിയാൽ കാണാം. അപ്പോൾ ഇവിടെ കളവാക്കുക, കദ്ദാബാവുക, അന്ത്യദിനമില്ല എന്ന് പറയുക. ഇന്നും നമ്മുടെ നാട്ടിൽ പലരും ഒരു പക്ഷേ എക്സ് മുസ്ലിംസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള ആളുകളും, മുസ്ലിം ആയവരും അല്ലാത്തവരും, ഈ ലോകത്തിന് ശേഷം മറ്റൊരു ജീവിതമില്ല എന്ന് പറഞ്ഞു നടക്കുന്നവർ. നോക്കൂ, വ്യക്തമായ ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ഇത്രയും പ്രവാചക പരമ്പര വന്നിട്ട് അതിൻ്റെയൊക്കെ സാക്ഷ്യമായി അതിൻ്റെയൊക്കെ നിങ്ങൾ സീറു ഫില്ലറിൽ ഈ ഭൂമിയിൽ എത്ര അടയാളങ്ങൾ ബാക്കി വെച്ചിട്ട് അവർ പോയിട്ടുള്ളത്. വളരെ കൃത്യമായ പ്രൂഫ് അവർ വന്നതിൻ്റെ, പ്രബോധനം ചെയ്തതിൻ്റെ. അതിൻ്റെ ഒക്കെ അപ്പുറം ഇന്ന് ലഭ്യമായ മറ്റ് വേദങ്ങളുടെ അംശങ്ങൾ ലഭ്യമാണ്. അത് ഇഞ്ചീലാവട്ടെ, സബൂറാവട്ടെ, തൗറാവട്ടെ, വേദങ്ങൾ ഇന്ന് ബൈബിളിലൂടെ അല്ലെങ്കിൽ അതൊക്കെ ജൂതന്മാരുടെ തൽമൂദിലൂടെ ഇതൊക്കെ അവിടെ കിടക്കുകയാണ്. ഇതെല്ലാം അവരുടെ വേദഗ്രന്ഥങ്ങളും അതിൻ്റെ അടയാളങ്ങളൊക്കെ ഇന്ന് ലോകത്തെല്ലായിടത്തും അവൈലബിൾ ആണ്. ഇതൊക്കെ ഉണ്ടായിട്ടും ഈ പ്രപഞ്ച സത്യങ്ങളും ആകാശങ്ങളും നക്ഷത്രങ്ങളും ഈ ഭൂമിയും സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ ലോകത്തിന് ശേഷം മറ്റൊരു ലോകമില്ല എന്ന് പറയാ. ഏതുപോലെ ഒരാൾ ജനിച്ചിട്ടേ ഉമ്മാൻ്റെ വയറ്റിന്ന് പുറത്ത് വന്നിട്ട് പറയാ ഞാൻ അങ്ങനെ ഒരു ലോകത്ത് നല്ല വന്നതെന്ന് പറയാം. ഒരു ലോകത്ത് ജീവിച്ച് അടുത്ത ലോകത്തെത്തിയ ആൾ പറയാ ഞാൻ ആ ലോകത്തല്ല ജീവിച്ചത് എന്നുപോലെ മണ്ടത്തരമാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്ക് നാശമാണ്. വൈലുൻ ലിൽ മുകദ്ദിബീൻ വൈലുൻ യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ. അപ്പോൾ ഈ കദ്ദാബ് എന്ന് പറഞ്ഞാൽ വെറുതെ കളവാക്കുക മാത്രമല്ല കേട്ടോ, കളവാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ജീവിതം. അത് നോക്കണം. പരലോക ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കല്ല ഇവിടെ പ്രധാനം. പരലോക ജീവിതത്തിലേക്ക് മുതൽക്കൂട്ടാകുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. നമ്മുടെ ജീവിതം പരലോക ജീവിതത്തേക്ക് മുതൽക്കൂട്ടാകുന്ന രീതിയിൽ സാമ്പത്തിക രംഗം, കുടുംബരംഗം, എല്ലാ ജീവിതത്തിൻ്റെ സകല മേഖലകളും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമാണ് എന്ന് ഞാനും നിങ്ങളും തീരുമാനിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തുകയാണ്. അതാണ് വിഷയം. അല്ല പരലോ ഉണ്ടോ ഇല്ല എന്നുള്ള യെസ് ഓർ നോ GK ക്വസ്റ്റ്യൻ അല്ല. അതിന് ഉണ്ടെന്ന് വിശ്വസിച്ചാൽ പണിയാണ്, ഉണ്ടെന്ന് വിശ്വസിച്ചാൽ വലിയ പണിയാണ്. കാരണം ജീവിതത്തിൻ്റെ മുഴുവൻ
24 മണിക്കൂറിലെ ബാക്കി 16 മണിക്കൂർ നമ്മൾ ഉറങ്ങുന്ന സമയം വെച്ച് ബാക്കി മണിക്കൂർ ഉണർന്നിരിക്കുന്ന സന്ദർഭം പഞ്ചേന്ദ്രിയങ്ങളെ, ചതുർവികാരങ്ങളെ, ജഡികേച്ഛകളെ, ജഡിക താല്പര്യങ്ങളെ അള്ളാഹുവിൻ്റെ അഭിഷ്ടത്തിനനുസരിച്ച്, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട് മാത്രമേ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. ഇതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതില്ല എന്ന് പറഞ്ഞാൽ ഈസിയായി തോന്നിയ പോലെ ജീവിക്കാം, അതാണല്ലോ അവരുടെ ആവശ്യവും. അലം നുഹ്ലികിൽ അവ്വലീൻ, നിങ്ങളെ മുൻഗാമികളൊക്കെ ഞാൻ തീർത്തതല്ലേ, നശിപ്പിച്ചിട്ടില്ലേ? നിങ്ങളെ മുൻഗാമികളാരാ? ആദ് സമൂഹം, സമൂദ്, ഫറോവ, നൂഹ് അലൈഹിസ്സലാമിൻ്റെ ജനത, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ജനത, ലോക ചരിത്രത്തിൽ കടന്നു പോയിട്ടുള്ള സ്വാലിഹ് നബിയുടെ ജനത, അംബിയാ മുർസലുകളുടെ അവർ സത്യപ്രബോധനത്തിൻ്റെ വഴിയിലേക്ക്, തൗഹീദിലേക്ക് ലോക ചരിത്രത്തിൽ ഇവരൊക്കെ ഓരോ നൂറ്റാണ്ടിലും ഒരുപാട് ജനങ്ങളെ, ഒരുപാട് ആളുകളിലേക്ക് പ്രബോധനം ചെയ്തിട്ട് അവരൊന്നും ഒരു നിലക്കും വരാത്ത അവസ്ഥ വന്നപ്പോൾ ആ നാടിനെ നശിപ്പിച്ചതിൻ്റെ ഓർമ്മങ്ങൾക്കില്ലേ? ثم نطبعهم الآخرين. അതിനുശേഷം പിൻഗാമികളെയും അതുപോലെ തന്നെ നശിപ്പിക്കും, അതേപോലെ നശിപ്പിക്കും. ആ നശിപ്പിക്കുന്നത് 2-3 രീതിയിലാവാം. ഒരുപക്ഷെ ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ അതുതന്നെയാണല്ലോ സംഭവിച്ചിട്ടുള്ളത്. കടൽ കരയിലേക്ക് വരുന്നു. ഇപ്പോൾ സുനാമി ഉണ്ടായത് അതൊരു പ്രകൃതി ദുരന്തം മാത്രമാണ്. ഒരു സർവനാശം മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടുണ്ടാവുന്നൊരു പ്രതിഫലന പ്രക്രിയ എന്നതിലപ്പുറത്തേക്ക് അതൊന്നുമല്ല. പക്ഷേ അതുപോലെ തന്നെയല്ല ഇത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ നാശം ഉണ്ടാവുക എന്ന് പറഞ്ഞ ജനത അള്ളാഹുവിനെ വിട്ടിട്ട് ജീവിക്കുമ്പോൾ അവരെയാണ് നശിപ്പിക്കുന്നത്. മനുതുബിഅഹുമുൽ ആഖിരീൻ, പിൻകാലത്തുള്ളവർ നശിപ്പിക്കും. ഒരു ജനത തൗഹീദ് ഉൾക്കൊള്ളാതെ ജീവിക്കുമ്പോൾ അവരെ വല്ലാതെ പ്രയാസത്തിലാക്കും. കദാലിക നഫ്അലു ബിൽ മുജ്രിമീൻ, അങ്ങനെയാണ് കുറ്റവാളികളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയാണ് കുറ്റവാളികളായ ആളുകളെ കൈകാര്യം ചെയ്യുന്നത്. അതാണ് ഫിർഔനെയും അനുയായികളെയും നശിപ്പിച്ചത്. അത് സമൂദിനെ, ലോക ചരിത്രത്തിൽ അക്രമം കാണിച്ച ബനി ഇസ്രായേൽ സമൂഹത്തിനെ അടക്കം ഗതിയില്ലാത്തവരാക്കി ഒരുപാട് നാശത്തിലേക്ക് അവരെ തള്ളിവിടുന്നതിന് കാരണം തൗഹീദില്ലാതെ ജീവിച്ചതാണ്. അതുകൊണ്ട് ഇതൊക്കെ കളവാക്കുന്നവരാരോ അവർക്കാണ് നാശം. അലം നഖ്ലുഖുക്കും മിൻ മാഇൻ മഹീൻ, മഹീൻ എന്ന് പറയുന്ന വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ബീജക്കണിക, ഒരു ചെറിയ ബീജം ആലോചിച്ച് മൈക്രോസ്കോപ്പ് കൊണ്ട് മാത്രം കാണാൻ പറ്റുന്ന ഒരവസ്ഥയല്ല ഞാനും നിങ്ങളും. അതിന്നാണ് വളർന്ന് ഇത്ര വലുതായത്. അത് തന്നെ ആലോചിച്ചാൽ മതി അള്ളാഹുവിലേക്ക് വഴി കണ്ടെത്താൻ. നമ്മളെത്ര നിസ്സാരരാണ്, നമ്മൾ എത്രമാത്രം ഇല്ലാത്തവരാണ്, എത്രമാത്രം ദുർബലരാണ്. അലം നഖ്ലുഖും, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് ഞാനല്ലേ? അള്ളാഹിൻ്റെ ചോദ്യമാണ്. നിങ്ങൾ ഉണ്ടാക്കിയില്ലേ? എത്ര നിസ്സാരമായ ഒരവസ്ഥയിൽ നിന്ന് ഉണ്ടാക്കിയില്ലേ? എന്നിട്ട് നിങ്ങൾ നിഷേധിക്കുകയാണോ? ഫജഅൽനാഹു ഫീ ഖറാറിൻ മകീൻ, എന്നിട്ട് അതിനെ സുരക്ഷിതമായ ഒരു ഗർഭപാത്രം, അതിൻ്റെ ഒരു ഖറാറിൻ മകീൻ, ഒരു സങ്കേതത്തിൽ, ഒരു മക്കാനിൽ അതിനെ പാർപ്പിച്ചു അല്ലേ? അപ്പോൾ വയറ്റിൻ്റെ ഉള്ളിൽ ഒരു ജീവിതകാലം കഴിഞ്ഞ് വന്നിട്ടേ ഇനിയിപ്പോൾ ഒരു കുഞ്ഞ് പറയാം, വയറ്റിൻ്റെ ഉള്ളിലുള്ള ഒരു കുഞ്ഞ് പറയാ ഇതാണ് ജീവിതം, പുറത്തുനിന്ന് ഒരു ജീവിതമില്ല എന്ന്. ഒരു വയറ്റിൻ്റെ ഉള്ള കുഞ്ഞ് പറയുന്ന പോലെ ഒരു വയറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു കുഞ്ഞ് പറയാ എനിക്കിവിടെ ഭക്ഷണം കിട്ടുന്നുണ്ട്, ഞാനിവിടെ ഇങ്ങനെ ജീവിക്കും, ഇതാണ് എൻ്റെ ജീവിതം, ഇവിടുന്ന് ഇനി പുറത്തേക്ക് പോലും ഇല്ല, ഇനി ഒരു പുറത്തേക്ക് പോലും ഇല്ല എന്നൊരു കുഞ്ഞ് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അതുപോലെ ഈ ദുനിയാവിലുള്ള ആൾക്കാർ പറയാം ഇനി പുറത്തേക്കൊരു ജീവിതമില്ല. പക്ഷേ ജീവിതമുണ്ട്. ഇലാ ഖദരിൻ മഅലൂം, ഒരു നിശ്ചിത അവധി വരെ ഉമ്മാൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ നിങ്ങളെ പോറ്റി വളർത്തി പിന്നെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു അവധി വരെ നിങ്ങൾക്ക് ഇവിടെയുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകും. ശരീരം ഇവിടെ മണ്ണിൽ ദഹിക്കും, പഞ്ചഭൂതങ്ങളിൽ ലയിക്കും. അങ്ങനെ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ദിവസം അന്ന് എണീറ്റിക്കിടെ എങ്ങനെയാണല്ലോ, കുറച്ചു നേരമേ ഉറങ്ങിയുള്ളൂ. എന്നിട്ട് അവർ എണീക്കാണ് എല്ലാ മനുഷ്യന്മാരും. ഫഖദർനാ ഫനിഅമൽ ഖാദിറൂൻ, അള്ളാഹു എല്ലാം കൃത്യമാണ്. സൂര്യൻ്റെ ചലനങ്ങൾ, ആകാശം, രാവും പകലും എല്ലാം കൃത്യമാണ്. കൃത്യനിഷ്ഠയോടെ എല്ലാ കാര്യങ്ങളും, മരണം, ഓരോ സംഗതികളും, ജനിക്കുന്നത്, മരിക്കുന്നത്, ഓരോ കാര്യത്തിനും കൃത്യത വരുത്തി വളരെ നിർണായകനാണ് അല്ലാഹു. ഇതിനൊക്കെ കളവാക്കുന്നവർ കളവാക്കിക്കോ, നിങ്ങൾക്ക് നാശമാണ്. അലം നജഅലിൽ അർള കിഫാത,
ഭൂമി എല്ലാവരും ഉൾക്കൊള്ളുന്നതായിരിക്കും. ഭൂമി എന്ന ഈ ഒരു സംവിധാനം നിങ്ങൾ വെച്ചോ, എല്ലാ അംവാറ്റ, ജീവിച്ചിരിക്കുന്നവരും ജീവനുള്ള എല്ലാ വസ്തുക്കളും ഈ ഭൂമിയിൽ. മരിച്ചാലോ അതിനെ മണ്ണിൽ ലയിക്കാൻ ഇപ്പോൾ ഒരു മരത്തിൻ്റെ ഇല കൊമ്പൊടിഞ്ഞ് താഴെ വീണ് കൊമ്പുന്ന അടർന്ന് വീണ് ഭൂമിയിൽ കിടക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് നോക്കുക. അതെങ്ങനെ കളറ് മാറി എങ്ങനെ പൊടിഞ്ഞ് ദ്രവിച്ച് മണ്ണിലേക്ക് പിന്നെ മണ്ണായിട്ട് തീരുകയാണ്. അങ്ങനെ നീ കടലിലാണെങ്കിലോ കടലിലും അങ്ങനെ തന്നെയാണ്. കടൽ ഉപ്പുജലത്തിൽ അതിനെ സംരക്ഷിക്കുന്നത്. അതുപോലെ പ്രപഞ്ചത്തിലെ ഓരോ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സംവിധാനങ്ങളൊക്കെ എല്ലാം ഉൾക്കൊള്ളുന്നതാക്കിയ ഒരു സംവിധാനങ്ങൾ എന്തുമാത്രം ഈ ആവാസ വ്യവസ്ഥയെ ന്യൂനതകളില്ലാതെ പടച്ച റബ്ബ് സൃഷ്ടിച്ചു. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറയുന്നത്, നിങ്ങൾ ഈ അള്ളാഹിൻ്റെ പ്രകൃതിയിലേക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് എന്തെങ്കിലും ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു ഫോൾട്ട്, എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹ് ഡിഫോൾട്ട് ചെയ്ത് വെച്ച എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഫാൾട്ട് കണ്ടെത്താൻ, ഒരു മിസ്റ്റേക്സ് കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ചോദിക്കേണ്ട, ഒരു കുറ്റം കണ്ടെത്താൻ നമ്മൾ തോറ്റ് തിരിച്ചു വരുന്ന, കണ്ണ് നോക്കി അവസാനം മടങ്ങി വരുന്നതാണ്. അതുപോലെ നമുക്ക് സാധ്യമല്ല. وجعلنا فيها رواسي شامخات وأسقيناكم ماء فراتا. ഭൂമിയിൽ وجعلنا فيها رواسي شامخات وأسقينا, ഷാമിഖാത്ത് ഉയരമുള്ള പർവ്വതങ്ങളെ നിങ്ങൾക്ക് നാം ഉണ്ടാക്കി. മാഅം ഫുറാത്ത, ഉറവുകൾ, തെളിനീരുറവുകൾ ഉണ്ടാകാൻ. ഉന്നതമായ പാറകളിൽ നിന്നാണ് പുഴകൾ നിർഗളിച്ചു വരുന്നത്. അതിങ്ങനെ ഒഴുകി കടലിലേക്ക് ഒഴുകിപ്പോകുന്ന നമ്മുടെ നാട്ടിലെ പുഴകൾ, കേരളത്തിലെ 44 നദികൾ, ഈ കേരളത്തിലെ മനോഹരമായ സംവിധാനം നമ്മൾ ആലോചിക്കും. മലകളിലൂടെ ഓരോ ജലപ്രവാഹവും വലിയ വലിയ മലകളിൽ നിന്നിങ്ങനെ കുടിനീരിങ്ങനെ ഒഴുകി ചെറിയ കഴിവഴികളിലൂടെ ഇങ്ങനെ വലിയൊരു പുഴയിലേക്ക്, ജലാശയത്തിലേക്ക്, സംവിധാനങ്ങൾ എന്തൊക്കെ മനോഹരമായിട്ട്. അതൊക്കെ ആ പുഴയും സംവിധാനം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മുടെ കിണറ്റിൽ വെള്ളം ഉണ്ടാവുന്നത്. ഈ സംവിധാനങ്ങളൊക്കെ അള്ളാഹു ഇവിടെ ഉണ്ടാക്കി. ഭൂഗർഭജലം അതൊക്കെ നമ്മൾ കുടിക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർക്കണം. അതൊക്കെ നിഷേധിക്കുന്നവർ അവർ കളവാക്കുന്നവർക്ക് നാശമാണ്. നിങ്ങളൊരു കാര്യം ചെയ്തു, നിങ്ങൾ ആ നിഷേധമായിട്ട് എന്നെ മുന്നോട്ട് പോയിക്കോ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതുപോലെ നിങ്ങൾ മുന്നോട്ട് പോയിക്കോ. പക്ഷേ 3 തരം ശാഖകളുള്ള ഒരു നേലിലേക്ക് നിങ്ങളോട് പറഞ്ഞുതരും. നരകത്തിൻ്റെ കൂരിരുട്ടിലേക്ക് നിങ്ങൾ അങ്ങോട്ട് യാത്രയാക്കും. ഒരു 3 എന്നുള്ള ഒരു പ്രയോഗമുണ്ട്. അല്ലാഹു ആലം, അത് എനിക്കും അതിനെപ്പറ്റി പഠനത്തിൽ എൻ്റെ അറിവിലില്ല. നിങ്ങൾ വേണേൽ റെഫറൻസ് കൂടുതൽ പഠിക്കണം. ഒരു 3 ശാഖ അത് അല്ലാഹു ആലം ഒരുപക്ഷെ പരലോകത്ത് നമുക്ക് കണ്ടെത്തേക്കാം. ഇവിടെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു 3 നേലുകളിലേക്ക് നമ്മളെ നരകത്തിൽ, നമ്മളെയെന്ന് നമ്മൾ പറയുന്നില്ല, കാഫിറുകൾ, ഈ കളവാക്കിയ ആളുകൾ, സത്യനിഷേധികളായ ആളുകൾ, അവരെ വഴി നടത്തുന്നതാണ്. അപ്പോൾ തണലെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ച തണലല്ല, അർഷിൻ്റെ തണലല്ല. ആ തണല് ഈ തീജ്വാലകളില്ലേ, ലഹബ് എന്ന് പറഞ്ഞാൽ തീജ്വാല എന്നാണ്. ഭൂലഹബിന് ലഹബ് എന്ന് പറയുന്നത് തീജ്വാല, കത്തിക്കാളുന്ന നരകത്തിൻ്റെ ചൂടിൽ നിന്ന് ഒരു രക്ഷയും നിങ്ങൾക്ക് തരൂല എന്നാണ് ആ നേല്. അപ്പോൾ ഇരുട്ടാണ് എന്നാണ്. ഇന്നഹ തർമീ ബിശററിൻ കൽ ഖസ്ർ, അവിടുത്തെ തീപ്പൊരികൾ, ആ ജ്വലിക്കുന്ന നരകത്തിൻ്റെ തീപ്പൊരികൾ, വലിയ ഒട്ടകത്തിൻ്റെ വലുപ്പമുള്ള തീപ്പൊരികളിങ്ങനെ കൂറ്റൻ കെട്ടിടത്തിൽ നിന്നിങ്ങനെ തെറിച്ച് വീഴുന്ന സമാനമായി, കൽ ഖസ്ർ, വലിയ കെട്ടിടം പോലെ തോന്നിപ്പിക്കുന്ന തീപ്പൊരികൾ അവിടെ ഉണ്ടാകും. വലിയ ഒരു കെട്ടിടത്തിൻ്റെ അത്ര അല്ലേ തീപ്പൊരി എന്ന് പറഞ്ഞാൽ. അപ്പോൾ തീ എത്ര ഉണ്ടാവും, അതിൻ്റെ ജ്വാല എത്രയാവും. കളവാക്കുന്നവർക്കുള്ള നാശമാണ്, അവർക്കുള്ള ശിക്ഷയാണ്. കഅന്നഹു ജിമാലത്തുൻ സുഫ്ർ. അപ്പോൾ ആ ഒരു പൊരിയിൽ നിന്ന് ഒരു മഞ്ഞ നിറമുള്ള ഒട്ടകങ്ങളെപ്പോലെ അതിങ്ങനെ പൊരിഞ്ഞ് തെറിക്കുന്ന വലിയ ജ്വാലകൾ, നരകത്തിൻ്റെ ശിക്ഷ. ഇതൊക്കെ കളവാക്കുന്നവർക്കാണ് ഈ നാശം, അവർക്ക് നാശമാണ്. ഒരക്ഷരം മിണ്ടാൻ പറ്റാത്ത ദിവസമാണെന്ന്. അന്ന് മിണ്ടാൻ പറ്റൂല. ഒരു നിലക്ക് ന്യായീകരിക്കാൻ പോലും അവിടെ സാധ്യതയില്ല. മിണ്ടാൻ കഴിയൂല നമുക്ക്.
വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. എന്തെങ്കിലുമൊക്കെ ഒഴിവ് കഴിവ് പറയാൻ നോക്കിയാലോ അത് നടക്കൂല. അതിനും അനുവാദമില്ല, അതിനുള്ള സംവിധാനങ്ങൾ അവിടെ ഇല്ല. എവിടൊക്കെ നമ്മളല്ലേ എക്സ്ക്യൂസ് പറയാം. നമ്മൾ ഈ തെറ്റ് ചെയ്താൽ എക്സ്ക്യൂസ് അല്ലേ, അങ്ങനെ പറ്റിപ്പോയി, ഞങ്ങളെ നേതാക്കൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, ഞാൻ ആ പാർട്ടിയിലായതുകൊണ്ടാണ്. അപ്പോൾ നേതാക്കളൊക്കെ പറയുമ്പോൾ ഞങ്ങളെ ഗൈഡ് ചെയ്ത ആൾ, ഞങ്ങളുടെ മുദീർ ഞങ്ങളോട് പറഞ്ഞത് ഇതൊക്കെയാണ്, ഞങ്ങളുടെ ലീഡർ അന്നത്തെ കാലത്ത് വലിയ വലിയ ആൾക്കാർ പറഞ്ഞു, അതൊക്കെ അനുസരിച്ച് ഞങ്ങൾ നടന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പണി പറ്റിപ്പോയത്, അതുകൊണ്ട് ക്ഷമിക്കണേ, ഒരാളുടെ ഗൈഡൻസിലാണ് പോയത്, അയാൾ ഞങ്ങളെ വഴിതെറ്റിച്ചു, ഇതൊക്കെ പറഞ്ഞ് പല ന്യായീകരണവും അവിടെ പറയാൻ നോക്കും. പക്ഷെ അതിനൊന്നും അവിടെ സാധ്യതയില്ല, അതിനുള്ള സംവിധാനങ്ങളില്ല, നടക്കൂല. വൈലു യൗമ ഇതിൽ മുകദ്ദിബീൻ, കളവാക്കുന്നവർക്ക് കൊടിയ നാശമാണ്, അവർ നാശത്തിലേക്ക് പോകും. ഹാദാ യൗമുൽ ഫസ്ൽ, ഇത് നിശ്ചയിച്ച ദിവസമാണ്, ഇന്ന് വിധിതീർപ്പിൻ്റെ ദിവസമാണ്, ഇത് നിർണിതമാണ്. ജമഅനാകും വല്ലവ്വലീൻ, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസമാണ്. അന്ന് എല്ലാവരും ഉണ്ടാവും അവിടെ, മുൻഗാമികളും പിൻഗാമികളും ഉണ്ടാവും. ഫഇൻ കാന ലക്കും കൈദും, അപ്പോൾ ഈ മുൻഗാമികൾ ഒരുമിച്ച് കൂട്ടും. അവലി എന്നുള്ളതെന്ന് പറഞ്ഞാലോ നമ്മളീ പൂർവീകരാണ്, ഞങ്ങൾ വാപ്പന്മാർ മുതലേ ഞങ്ങൾ ചെയ്യുന്ന കാര്യം അത്, നിങ്ങളിപ്പോൾ വലിയൊരു പുത്തൻവാദികളായിട്ട് ഇതൊക്കെ എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങൾ സൂക്ഷിക്കണം. നമ്മളെ കാരണവന്മാർ അല്ലെങ്കിൽ ഞങ്ങളുടെ പൂർവികന്മാർ, ഞങ്ങളുടെ നാട്ടിൽ പണ്ടേക്കുള്ള ആചാരങ്ങളും ചടങ്ങുകളും, അത് നിങ്ങളെന്തിനാ അതൊക്കെ എതിർക്കാൻ വരുന്നെന്ന് ചോദിക്കുന്നവരോട് പറയണം, മുൻഗാമികൾ തെറ്റുകാരായിരുന്നെങ്കിലോ നിങ്ങളും തെറ്റ് ചെയ്യണോ? അപ്പോൾ ഫോളോവേഴ്സായിട്ടും ഇങ്ങനെ താവഴിയായിട്ട് കിട്ടുന്ന സംവിധാനങ്ങളൊക്കെ ശരിയാണോ എന്ന് വിശുദ്ധ ഖുർആൻ്റെയും ദീനിൻ്റെ അടിസ്ഥാനത്തിൽ ഇജ്തിഹാദ് നടത്താൻ സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാം ചാടിക്കയറി അങ്ങ് ചെയ്യാൻ പോകരുത്. എല്ലാം അങ്ങോട്ട് ന്യായീകരിച്ച് എല്ലാം ദീനാണ് എന്ന് പറഞ്ഞ് നമ്മൾ വിചാരിക്കും ചെയ്യരുത്. ജമഅനാകും വല്ലവ്വലീൻ, നിങ്ങളെ മുമ്പുള്ളവരെയും കൊണ്ടുവരുന്നു എന്ന് വെച്ചാൽ മുമ്പുള്ളവരെ നിങ്ങൾ കുറ്റം പറയാൻ പോയിട്ട് കാര്യമില്ല, നിങ്ങളെ കാര്യം നോക്കണം. ഫഇൻ കാന ലക്കും കൈദും ഫകീദൂൻ, ഇനിയിപ്പോൾ തന്ത്രശാലികളാണല്ലോ, സൂത്രക്കാർ അല്ലേ, എന്തൊരു സൂത്രമാണ്. നാട്ടിലൊക്കെ എന്തെങ്കിലും വിഷയം ഉണ്ടായാലേ തന്ത്രശാലികളെ ജയിക്കുക. കോടതിയിൽ കൂടുതൽ പൈസ ഇറക്കാൻ തയ്യാറുള്ളവർ, നല്ല വക്കീലിനെ വെക്കാൻ തയ്യാറുള്ളവർ, കള്ളസാക്ഷിയും കള്ളത്തെളിവുകളുമായിട്ട് വരുന്നവർക്കൊക്കെ രക്ഷപ്പെടാൻ ദുനിയാവിലെ കോടതിയിലൊക്കെ ചിലപ്പോൾ സാധിച്ചേക്കാം. കോടതി മാത്രമല്ല, മറ്റ് പല സ്ഥലത്തും സ്വാധീനം ചെലുത്താനും തന്ത്രങ്ങൾ, എന്തോ ഒരു തന്ത്രശാലിയ മനുഷ്യന്മാരില്ലേ, മറ്റുള്ളവരുടെ പൈസ ഇങ്ങോട്ട് കീശയിലാക്കാൻ, മറ്റുള്ളവരെ കുപ്പിയിലാക്കാൻ എന്തോ ഒരു തന്ത്രമാണ്. അങ്ങനെയൊക്കെ തന്ത്രമായിട്ട് നടക്കുന്ന മനുഷ്യന്മാർ, ആ തന്ത്രവുമായിട്ട് നിങ്ങൾ നടന്നോളൂ, പക്ഷെ ഒരു തന്ത്രവും വിജയിക്കാൻ പോകില്ല. വൈലു യൗമ ഇതിൽ മുകദ്ദിബീൻ, കളവാക്കുന്ന ആളുകൾക്ക് നാശമാണ്. ഇതൊക്കെ കളവാക്കുന്നവർക്ക് നാശമാണ്, അവർക്കാണ് ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത്. ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഅയൂൻ, മുത്തഖികളാവട്ടെ സത്യവിശ്വാസികൾ, ഫീ ളിലാലിൻ വഅയൂൻ, നേരത്തെ ഒരു തണൽ അവിടെ പറഞ്ഞെങ്കിൽ ഇവിടെ മറ്റൊരു തണലാണ്. അയൂൻ, അരുവികളുടെ തണലുള്ള സ്വർഗത്തിലാണ്. വഫവാകിഹ മിമ്മാ യശ്തഹൂൻ, ഇഷ്ടമുള്ള പഴങ്ങൾ അവർക്ക് കിട്ടും, ഇഷ്ടം പോലെ തിന്നാം. ഇഷ്ടമുള്ള പഴങ്ങൾ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരാളും അനുഭവിച്ചിട്ടില്ലാത്ത, ഒരു നാവും രുചിച്ചിട്ടില്ലാത്ത ആസ്വാദനങ്ങളുടെ ആനന്ദങ്ങളുടെ കലവറയാണ്. കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ട്, നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട്, നിങ്ങളുടെ സുന്ദരമായ ഭൂമിയിലെ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ സമ്മാനമാണ്, അതുകൊണ്ട് തിന്നുക. കുലൂ, തിന്നോളൂ, വശ്റബൂ, കുടിച്ചോളൂ, ഹനീഅൻ ബിമാ കുൻതും തഅമലൂൻ, തൃപ്തിക്ക്, എൻ്റെ തൃപ്തിക്ക്, ഇത് നിങ്ങൾക്ക് പ്രതിഫലമാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക്. തഅമലൂൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക്. അവിടെയാണ് വിശ്വാസവും കർമ്മവും തമ്മിൽ ബന്ധപ്പെടുത്തേണ്ടത്. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, ആരാധനാനുഷ്ഠാനങ്ങളെ അമലുമായിട്ട് ബന്ധിപ്പിക്കുകയും അമല് നന്നാവുകയും ചെയ്താൽ സ്വർഗം പ്രതീക്ഷിക്കാം. അതല്ലേ പോയി ആമനു ആമിലു സ്വാലിഹ്, വിശ്വസിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക. സൽക്കർമ്മമായാൽ ജീവിതം രക്ഷപ്പെട്ടു, അള്ളാഹുവിൻ്റെ റിള കിട്ടും, അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടും. അങ്ങനെ ആസ്വാദനങ്ങൾ അവസാനിക്കാത്ത സുന്ദരമായ സ്വർഗപ്രപഞ്ചത്തിൽ നമുക്കും പ്രവേശിക്കാം. നമ്മുടെ കർമ്മം നന്നായാൽ
ആ കർമ്മങ്ങളുടെ പിന്നിലുള്ള ഉദ്ദേശവും നന്നായാൽ. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇങ്ങനെയാണ് എൻ്റെ മുഹ്സിനീങ്ങൾക്ക്, എൻ്റെ നല്ലവരായ എൻ്റെ അടിയാറുകൾക്ക് ഞാൻ പ്രതിഫലം നൽകുന്നത്, ഇങ്ങനെയാണ്. വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ, കളവാക്കുന്നവർക്ക് നാശമാണ്, നാശമാണ്. ഇത്ര വട്ടായി ഈ സൂറത്തിൽ പറയുന്നത്. ഇതിനൊക്കെ കളവാക്കുക, പരലോകം, ബർസഖി ജീവിതം, വിചാരണ, അള്ളാഹു, ഇതിനൊക്കെ കളവാക്കി തോന്നിയ പോലെ ജീവിക്കുന്നവരെ ഓർത്തുള്ളുക, നിങ്ങൾക്ക് വലിയ നാശം വരാനുണ്ട്. കുലൂ വതമത്തഉ ഖലീലൻ ഇന്നകും മുജ്രിമൂൻ, നിങ്ങൾ നാട്ടിൽ തിന്നു കുടിച്ച് നടന്നോ, അതല്ലേ ഒരു പരിപാടി, മെയിൻ പരിപാടി അതല്ലേ, നാട്ടിൽ ആസ്വദിച്ച്, നാടാണല്ലോ ജീവിതം, ഇതൊരുത്ത ജീവിതമേ ഉള്ളൂ, ആസ്വദിച്ചോളൂ എന്നല്ല അവരുടെ പ്രയോഗം, അവരുടെ പോളിസി, അവരുടെ ഐഡിയോളജി അതാണ്. ഈ ദുനിയാവ് അവർക്കുള്ളതാണ്, വാരി തിന്നോളൂ, ആസ്വദിച്ചോളൂ, ദുനിയാവ് നിങ്ങൾ ആനന്ദിച്ചോളൂ, മദ്യപിച്ചോളൂ, ലഹരി ഉപയോഗിച്ചോളൂ, തോന്നിയതുപോലെ ജീവിച്ചോളൂ, എന്ത് വേണമെങ്കിലും ആയിക്കോളൂ, പക്ഷേ ഖലീലൻ, ഇത് കുറച്ചേ ഉള്ളൂ അല്ലേ. ചെറിയൊരു സമയത്തിന് വേണ്ടിയിട്ട് വലിയൊരു നഷ്ടം സംഭവിക്കാൻ ആരെങ്കിലും ബുദ്ധിയുള്ളവർ തയ്യാറാകും? ഇതെന്ത് വലിയ കച്ചവടക്കാരാണ് ഈ കളവാക്കുന്നവർ. നഷ്ടകരമായൊരു കച്ചവടമല്ലേ. പരലോകം എന്ന മരണമില്ലാത്ത ലോകത്തിന് അവസാനമില്ലാത്ത ഖാലിദീന ഫീഹ, നിത്യവാസമുള്ള സ്വർഗത്തിൽ ജീവിക്കണോ, അതിന് ഈ ദുനിയാവിലെ ജീവിതം അള്ളാൻ്റെ ഇഷ്ടത്തിനും പൊരുത്തത്തിനും അനുസരിച്ച് ജീവിച്ചാൽ രക്ഷപ്പെടാം. പക്ഷെ ഇവരങ്ങനെയല്ല, അവർ ദുനിയാവിൽ തിന്നാൻ വേണ്ടി നടക്കുന്നവരാ. അവർ തിന്നോളൂ, കുറച്ചു കാലം നിങ്ങൾക്കുള്ളത് വരാനുണ്ട്, മുജ്രിമൂനെ, കുറ്റവാളികളെ എന്ന് അല്ലാഹു. വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ, കളവാക്കുന്നവർക്ക് നാശമാണ്. വഇദാ ഖീല ലഹും ഉർകഉ ലാ യർകഊൻ, റുകൂഅ ചെയ്യാൻ, അല്ലാഹുവിൻ്റെ മുമ്പിൽ റുകൂഅ ചെയ്യാൻ പറഞ്ഞു, അവരത് കേട്ടില്ല. വഇദാ ഖീല ലഹും ഉർകഉ ലാ യർകഊൻ, അന്നാളിൽ വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടിരുന്നു സുജൂദ് ചെയ്യാൻ, പള്ളിയിൽ പോകാൻ, ഒരു റക്കഉ മാറാക്കി എന്നാ പറഞ്ഞു കേട്ടോ. റക്കഉ ലാ യർകഊൻ, റുക്കൂ ചെയ്യാൻ പറഞ്ഞപ്പോൾ ലാ യർകഊൻ, അവർ റുക്കൂ ചെയ്തില്ല. എന്നുവെച്ചാൽ അള്ളാഹിൻ്റെ മുമ്പിൽ കുമ്പിടാത്തവർ, പടിഞ്ഞാറ്റ് തിരിയാത്തവർ, 5 നേരം അള്ളാഹിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാത്തവൻ എത്ര വലിയ വമ്പൻ മുസ്ലിമാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അള്ളാഹിൻ്റെ അടുക്കൽ അയാൾ മുസ്ലിം അല്ല. അള്ളാഹിൻ്റെ അടുക്കൽ മുസ്ലിം ആവുന്നത് റുക്വ ചെയ്യുന്നവരാണ്. എന്തായി റുക്വയും സുജൂദും പറഞ്ഞു തരണ്ടല്ലോ. സുജൂദും റുക്വയും ഇല്ലാതെ നിസ്കാരം ഇവിടെ പ്രധാനമാണ്. നിസ്കാരമില്ലാത്തവൻ കദ്ദാബാണ്, കളവ് കാണിക്കുന്നവനാണ്. വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ, അതുകൊണ്ട് നാശമാണ്. ഇനി ഫബിഅയ്യി ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ, ഇനി എന്ത് വാർത്ത കിട്ടിയാലാ അവർ വിശ്വസിക്കുക? ഇതൊക്കെ പറഞ്ഞ് ഇത്രയും കഠിനമായ നരകശിക്ഷ, സ്വർഗത്തിലെ അവസ്ഥകൾ, ഇതൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് യാതൊരു ബോധമില്ലാതെ ജീവിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഓൽക്കൊരു വാർത്ത കിട്ടിയാലും അവർ എന്ത് വലിയ വർത്തമാനം ഓൽക്ക് വന്നു കിട്ടിയാലും ഓല് വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവസാനിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അള്ളാഹുവേ, ഈ കഠിനമായ കത്തിജ്വലിക്കുന്ന വലിയ വലിയ ബിൽഡിങ്ങിൻ്റെ അത്ര വലുപ്പമുള്ള തീപ്പൊരിയുള്ള, അതൊന്ന് തെറിച്ച് വീഴുന്ന ഒട്ടകത്തിൻ്റെ വലുപ്പം ഒരു തീപ്പൊരിക്ക് ഉണ്ടാവുക എന്ന് ഖുർആൻ പറയുമ്പോൾ എന്തുമാത്രം ഭയങ്കരമായ തീജ്വാലയാണ് നരകത്തിൻ്റെ ഭീകരത. അള്ളാഹുവേ, ഞങ്ങളെ കാക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളെ കാക്കണേ അല്ലാ. അള്ളാഹുവേ, നരകത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കല്ലേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തെ നന്നാക്കാൻ അള്ളാഹുവേ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തരംഗത്ത് വിശ്വാസം എന്നും നിലനിർത്തി തരണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ കർമ്മങ്ങളെ നന്നാക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ കർമ്മങ്ങളുടെ പിന്നിലുള്ള നീയത്തിനെയും നന്നാക്കണേ അല്ലാ. 5 വഖ്ത് നിൻ്റെ മുമ്പിൽ സുജൂദിൽ വീഴാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതം നിൻ്റെ ദീനനുസരിച്ച് കൊണ്ട് ചിട്ടപ്പെടുത്താൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഈ കദ്ദാബിൻ്റെ കൂട്ടത്തിൽ ഒരിക്കലും ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള തെറ്റുകൾ, പാപങ്ങളെല്ലാം പുറത്തു തരണേ അല്ലാ. അള്ളാഹു, ഞങ്ങളുടെ കുടുംബത്തിൽ റഹ്മത്തും ബർക്കത്തും തരണേ അല്ലാ. ആലിമീങ്ങളാക്കണേ അല്ലാ. ഹാഫിളീങ്ങളാക്കണേ അല്ലാ. അള്ളാഹുവേ, വിശുദ്ധ ഖുർആൻ തദബ്ബുർ ചെയ്യാൻ, വിശുദ്ധ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് ചെയ്യണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്.
اللهم ربنا أجرنا من النار اللهم اغفر للمؤمنين والمؤمنات اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا تقبل منا يا رب العالمين. السلام عليكم ورحمة الله وبركاته.